ഹായ്. ഞാൻ യൂട്യൂബിൽ 2 ദിവസം മുന്നേ അടുപ്പിച്ചടുപ്പിച്ച് 2 ദിവസമായിട്ട് 2 ന്യൂസ് കണ്ടു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യം തന്നെ കേട്ടോ, പുതുമയുള്ള കാര്യമൊന്നുമല്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യം തന്നെ. ഒന്ന്, ഒരു പെൺകുട്ടി അതിൻ്റെ വീട്ടിൽ തന്നെ ബാത്റൂമിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് റോട്ടിലോട്ട് വലിച്ചെറിയുന്നു. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരു പെൺകുട്ടി അതിൻ്റെ ഹോസ്റ്റൽ റൂമിൽ ബാത്റൂമിൽ ഇതേപോലെ പ്രസവിക്കുന്നു. എന്നിട്ട് പക്ഷേ ഇത് പേപ്പറിൽ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കിനും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിത് കണ്ടപ്പം എനിക്ക് ലൈഫിൽ നേരിട്ടിട്ടുള്ള ഒരു അനുഭവം, അതായത് ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ എൻ്റെ കൂട്ടത്തിൽ 1-2 കാര്യങ്ങളൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതെന്ന് പറഞ്ഞാൽ ഒരു 10-11 വർഷം മുൻപത്തെ കാര്യം. എൻ്റെ ഒരു ഫ്രണ്ട്, ആ കുട്ടി ഇതേപോലെ അതിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി. അവരുടെ കല്യാണം കഴിഞ്ഞു. ഇത് ഇവരുടെ വീട്ടുകാർക്കറിയാം. വീട്ടുകാർ ചെന്ന് വിളിച്ചു, ആ കുട്ടി പോയില്ല. അപ്പോൾ ഒഫീഷ്യലി അവരുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വീട്ടുകാർക്കും അറിയാം. അപ്പോൾ ഈ കുട്ടി സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ഓഫീസിൽ. അപ്പോൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നതല്ല. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കിനും കാണുന്ന ആൾക്കാർ എന്നും കാണുന്നുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആളുമായിട്ട് നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം, എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കുട്ടി പോകുന്ന ഓഫീസിലെ ആൾക്കാരുമായിട്ടും അത് നല്ല സൗഹൃദത്തിലാണ്. പക്ഷേ അവർക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്ടാണെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളാണെന്ന് മറച്ചു വയ്ക്കാൻ പറ്റുന്നത്? എൻ്റെ അറിവിൽ അറിയില്ല. ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ 4-ാം മാസം മുതൽ എൻ്റെ വയറിന് എല്ലാവർക്കും മനസ്സിലാവും പ്രഗ്നൻ്റ് ആണ്. അതിനി പ്രത്യേകിച്ച് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ആർക്കും മനസ്സിലാവും. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ മാസം അതിൻ്റെ വയറിങ്ങനെ ഗ്രാജുവലി വലുതായിക്കൊണ്ട് തന്നെ ഇരുന്നു. പതുക്കെ ആദ്യമൊക്കെ ഷോൾ വെച്ചൊക്കെ മറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് മറിച്ച് കുറച്ചാളായപ്പോഴത്തേക്കിനും അതിന് ഷോൾ വെച്ച് മറച്ചാൽ എത്രമാത്രം മറയ്ക്കാൻ പറ്റും? അതിൻ്റെ ഓഫീസിലെ ആൾക്കാർ, പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, ഇതേപോലെ എന്താണിത് ഇങ്ങനെ വയറ് വീർത്ത് വരുന്നല്ലോ, എന്ത് പറ്റി ചോദിക്കും. അപ്പം ഇത് പറയും ഗ്യാസ് ആയിട്ടാണ് വയറ് വലുതായിരുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം പ്രഗ്നൻ്റ് ആയ കാര്യം പറയാൻ പറ്റുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ കാര്യം പറയാൻ നാണക്കേട്. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം ഇങ്ങനെ പറയും. അപ്പോൾ ആകെ ഇങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇവരുടെ ഓഫീസിൽ ചെല്ലുന്നു, ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നു, BP കുറയുന്നതെന്ന് പറയുന്നു, ഗ്യാസ് ഭയങ്കര കൂടുതലാണ്, ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കഥകളൊക്കെ പറയുന്നു. അപ്പം ഈ ഓഫീസിലുള്ളവർ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവരുന്നു. അതായത് ആയുർവേദം അവർ തന്നെ ഉണ്ടാക്കിയ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടിക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ കുട്ടി വാങ്ങി കഴിക്കുന്നു. അതായത് അവരൊക്കെ അത്രയും കെയർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിന് പറയാനും മടി. കുറച്ച് കഴിയും തോറും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു 5 മാസം 6 മാസമൊക്കെ ആയ സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അത്ര വയറ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി, ഇത് വയറധികം തോന്നില്ലല്ലോ, കുറച്ച് വയറ് ചെറുതായിട്ടിരിക്കുന്ന പോലെ തോന്നല്ലോ, ഇന്നലത്തെ അത്ര വയറില്ലായിരുന്നല്ലോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഇൻഷേപ്പ് കെട്ടിരിക്കുക പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത്, ഇൻഷേപ്പ് എടുത്ത് വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വയറ്റിലൊരു കുഞ്ഞല്ലേ കിടക്കണം, അതിനകത്ത് ഇൻഷേപ്പ് എങ്ങനെ വലിച്ച് കെട്ടുന്നത്? ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് മാത്രമേ നിനക്കൂടെ ദോഷം, ഒരിക്കലും ചെയ്യരുത് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇല്ല, അത് ഞാൻ അതിനെക്കാട്ടിയും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയില്ല, അതൊന്നും അല്ല എൻ്റെ ഇപ്പോഴത്തെ വിഷയം, ഇതൊന്നും ആരും അറിയരുത്, ഇതൊക്കെ അറിഞ്ഞാലാണ് വിഷയം. ഞാൻ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇത് ഹസ്ബൻഡ് കൂടെയുണ്ട്, വീട്ടുകാർക്കാണെങ്കിൽ അറിയുകയും ചെയ്യാം ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്നും ഈ പ്രഗ്നൻ്റ് ആണെന്നും എല്ലാ കാര്യവും അറിയാം. പിന്നെ എന്താണ് ഇത് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ എന്താണ് വിഷയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്കതല്ല, എനിക്ക് ആൾക്കാർ അറിയും എന്നുള്ളതാണ് ടെൻഷൻ, അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും പോട്ടെ. ഞാൻ പറഞ്ഞു, ഇത് 9 മാസം കഴിഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അറിയുമല്ലോ ഓട്ടോമാറ്റിക്കലി, അന്നേരം ഞാൻ റിസൈൻ ചെയ്യും. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, അതുകൊണ്ടാണ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മുഖം കണ്ടല്ലോ, പിന്നെ അവരെ വഴി വെച്ച് കണ്ടാലും എനിക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇതെല്ലാം പറഞ്ഞു. പക്ഷേ അതിൻ്റെ വിചാരങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് ഈ പറയുന്ന 9-ാം മാസം എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ദിവസം ഓഫീസിൽ ഒന്ന് നല്ലതുപോലെ തലറങ്ങി വീഴുകയും അവർക്ക് ഹോസ്പിറ്റലിൽ അവരെത്തിക്കുകയും ഹോസ്പിറ്റൽ വഴി തന്നെ പ്രഗ്നൻസിയുടെ തലറക്കി വീഴലാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ആവുന്ന വിധത്തിൽ അത് പറയുന്നതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണ്ട എന്ന് അതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിന് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, അവിടെ ഓഫീസിലുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. അവർ കൊണ്ടുപോയി അതിന് പ്രഗ്നൻസി ആണെന്ന് അവർ അറിയുന്നു. അപ്പോൾ അറിയുന്ന നിമിഷം ഇത്രയും നാൾ ഇതിനെങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടന്ന ഇവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. ആരെങ്കിലും പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. അത്രയും നാളാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു, ഇതേപോലെ കാര്യം പറഞ്ഞാൽ മതി, കല്യാണം കഴിഞ്ഞു, വീട്ടിൽ സമ്മതമല്ല, സോ നമ്മൾ അത് നമ്മുടെ ഇഷ്ടത്തിന് പോയി, അപ്പം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിന് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ വീട്ടുകാരായിട്ടവർക്ക് ഒരു പ്രശ്നമില്ല. ആ കുട്ടി ആ കുഞ്ഞ് ജനിച്ച് അതിനിപ്പോൾ ഒരു 10-11 വർഷം മുമ്പത്തെ കാര്യമാകുമ്പോൾ ഇപ്പം എന്തായാലും ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ബാക്കി ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഫ്രണ്ട്സോ ആ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യമില്ലാത്ത അവരെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള രീതിയിൽ അവരാരും ഇന്നും കോണ്ടാക്റ്റ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ പ്രശ്നമില്ല.
തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ സംഭവിച്ചു, അത്രയേ ഉള്ളൂ, അതവിടെ തീർന്നു. പക്ഷേ അതല്ല, അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കള്ളം പറയുമ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ തിരുത്താൻ പറ്റാത്ത കള്ളായി മാറുകയല്ലേ. അപ്പോൾ കൂടെയുള്ളവർക്കാർക്കും ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പിന്നെ ആരും മിണ്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളോട്ട്, അതായത് ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ സംഭവിച്ച കാര്യങ്ങളോട്ട് എനിക്ക് ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് ഓർമ്മ വന്നു. അതും തമ്മിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കേസിലും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവർ പുറത്ത് പറയാൻ മടിക്കുന്നത് അവരുടെ നാണക്കേട് കൊണ്ട് തന്നെയാണ്. അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഇത് മറ്റുള്ളവർ അറിയുമ്പോൾ അവരെന്ത് കരുതും, ഈ 9 മാസം വരെ എങ്ങനെയെങ്കിലും പോട്ടെ, ഇത് ആരും അറിയണ്ട, അവിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോട്ടെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ മുമ്പോട്ടങ്ങ് പോകും. ഈ 9 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. സീരിയസ്ലി ഇവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം ഞാൻ മാറ്റി വയ്ക്കുന്നു. ആ കാര്യത്തിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ നാണക്കേട്, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള നാണക്കേടിൻ്റെ ഫാക്ടറാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ ആ കുട്ടികളുടെ വീട്ടിൽ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അറിയാൻ പോകുന്ന ആരൊക്കെയാണ്, അവരുടെ വീട്ടുകാരറിയും, കൂടി പോയാൽ കുറച്ച് ബന്ധക്കാരറിയും, അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പം ഇനി അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ആദ്യത്തെ കുട്ടി ആ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞു, ആ കുഞ്ഞ് മരിച്ചു, കൊലപാതകി എന്നൊരു ലേബലും കൂടി അതിന് കിട്ടി. അത് പോരാഞ്ഞിട്ട് ആ കുട്ടിക്ക് അത്രയും നേരം അത് പിടിച്ചു നിർത്തിയതിൻ്റെ അണുബാധ, ഇതെല്ലാം. രണ്ടാമത്തെ കുട്ടി ഒന്നുമില്ല, ആ കൊച്ചിനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു, എന്തോ ഫോർ ഗോഡ്സ് സേക്ക് അത് സംഭവിച്ചു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ ഡെലിവറി ടൈമിൽ ഞാൻ ആദ്യത്തെ 3 മാസം ഛർദി തന്നെയാണ്. അത് ഛർദിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസി ടൈമിലെ ഛർദിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമോ ഒന്നും അല്ല, അല്ലെങ്കിൽ വിട്ടൊന്നും അല്ല, ഒട്ടുമിക്ക ദിവസവും ഛർദിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഛർദിൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഛർദിലും അല്ല. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ഇത് ബാധകമല്ലെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ അതിശയം വരുന്നത് ഈ ഛർദിൽ, തലകറക്കം, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഇവരെങ്ങനെ മാനേജ് ചെയ്യും? ഇവർക്കിതൊന്നും ഇല്ലേ? എനിക്ക് അത്ഭുതം തോന്നുക, എനിക്ക് അതിശയം തോന്നുന്നു. എനിക്ക് സത്യത്തിൽ മനസ്സിലാവണില്ല, ഇവർക്കിതൊന്നും ഇല്ലേ? അതിന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ലേബർ റൂമിൽ കയറുന്നവരെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിലുള്ളത്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ല. ഇത് ആർക്കും അറിയത്ത് പോലുമില്ല. അവർ ഒറ്റയ്ക്ക് ഇതിൻ്റെ എല്ലാം വിഷമങ്ങളിങ്ങനെ സഫർ ചെയ്യുക. ഇവർക്ക് ഇതിൻ്റെ റിസ്ക് എലമെൻറ്റ് എന്തുമാത്രമാണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇവരിതെല്ലാം സ്വയം സഫർ ചെയ്യുക. ആൻഡ് നമ്മൾ ഇപ്പം ഞാനൊക്കെ ലേബർ റൂം എത്തുന്നവരെ കുറേ ധൈര്യം പിടിച്ച് വെച്ചിരുന്നെങ്കിലും അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പടപട ഇടിക്കാൻ തുടങ്ങും. കാരണം വേറെ കുറേ സ്ത്രീകൾ ഇതേപോലെ ഈ ലേബർ പെയിൻ വന്നിട്ട് കരഞ്ഞ് വിളിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ടെൻഷൻ ആവുകയും, അപ്പോൾ അവർക്കും അതായത് നമ്മളും ഇതേ പെയിൻ വരുമ്പോൾ നമ്മളും ഇതേപോലെ ആണെന്ന് ബഹളാവലെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ വരും. ഏതൊരാൾക്കും അറിയാവുന്ന കാര്യം. അല്ലാതെ നമുക്ക് ഈ പ്രസവവേദന വരുമ്പോഴത്തേക്കും ഇങ്ങനെ മിണ്ടാതെ ബാത്റൂമിൽ പോയി പ്രസവിച്ചിട്ട് വരാനാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ പ്രസവവേദനയുടെ വിളിയും കാര്യങ്ങളും ഒന്നും ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എന്ത് എളുപ്പത്തിൽ ബാത്റൂമിൽ പോയിട്ട് പ്രസവിച്ചിട്ട് വരിക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര സിമ്പിൾ പ്രോസസ്സാണെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ അതിശയവും സങ്കടവുമാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അതിശയം ഇൻ ദ സെൻസ്, ഈ പ്രഗ്നൻസി പീരീഡൊക്കെ ഇവർ ആരുടെയും ഹെൽപ്പില്ലാതെ എങ്ങനെ താണ്ടി, പിന്നെ ഇവരെങ്ങനെ തന്നെ പ്രസവിച്ചു, ഇതൊക്കെ ഭയങ്കര അതിശയമുള്ള കാര്യങ്ങൾ. ആൻഡ് വേദന എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് റോഡിലോട്ട് ഇറങ്ങി അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന അതിൻ്റെ തലയോട്ടി പൊട്ടിയിട്ടാണ് അത് മരിച്ചിട്ടുള്ളതെന്ന്. ഇങ്ങനെ വലിച്ചെറിയേണ്ട സാധനമാണ് ഒരു കുഞ്ഞെന്നൊക്കെ പറയുന്നത്. എത്രയോ ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇത് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അത് കൊടുക്കുക. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആർക്കെങ്കിലും അത് കൊടുക്കുക. കാരണം എത്രയോ ആൾക്കാർ ഇന്നും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി കിടന്ന് പ്രാർത്ഥിച്ച് വിളിക്കുന്നു ദൈവത്തെ ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ട്. അവരെന്തൊക്കെ കിടന്ന് ശ്രമിച്ചിട്ടും എന്തൊക്കെ സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടായിട്ടും ഒരു കുഞ്ഞില്ലാണ്ട് കിടന്ന് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ സ്വയം വളർത്താൻ, ഇതിനൊരു അച്ഛനില്ലാതെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആർക്കെങ്കിലും കൊടുക്കും പ്രസവിച്ചിട്ട്. അതും ഇതുപോലെ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി പ്രസവിക്കാനല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളവർ കൊല്ലുമോ? നിങ്ങളെ കൂടിപ്പോയി അവർ 2 വഴക്ക് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലിന്ന് വരും. ഇത്രയും ഒക്കെ ആകാമെങ്കിൽ നിങ്ങൾക്കത് കൊള്ളാനുള്ള ബാധ്യത ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫ്, ഇതിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നിങ്ങളുടെ ലൈഫും എല്ലാം നിങ്ങൾ റിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈസിയായിട്ട് പ്രസവിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാവി, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലല്ല, വളരെ റെയർ കേസസിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. എത്ര മണിക്കൂർ ആ കുഞ്ഞിനെ റൂമിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ഒരിക്കലും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നീടുള്ളൊരു ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വീട്ടിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കാഷ്വലായിട്ട് ചെയ്ത് കളയാവുന്നൊരു കാര്യമില്ല. സോ ആരെങ്കിലും ഇതേപോലെ ഇനിയെങ്കിലും ഇങ്ങനൊരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പാരൻസിനെ അത് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇത് നിങ്ങൾ അറിയിക്കുക.
അവരെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ട് പോലും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന നോളജുള്ള നിങ്ങളുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇത് അറിയിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും സൊല്യൂഷൻ എടുക്കുക. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ ചുമക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാനുള്ള ധൈര്യവും നിങ്ങൾ കാണിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തമാശ കളിക്കാനും വലിച്ചെറിയാനുള്ള സാധനമല്ല ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അതിന് ഈ ലോകത്തിൻ്റെ തന്നെ വലിപ്പമുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലാവുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തെ പണിയൊന്നും ഇനി ആരും കാണിക്കാതിരിക്കുക. അപേക്ഷയാണ്. ബൈ.